ജൂൺ മാസം 27-ാം തീയതി ഉക്രൈന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറയുന്നു. ഞങ്ങൾ ഇന്റർസെപ്റ്റർ ഡ്രോൺസ് നിർമ്മിച്ചു. ഇനി റഷ്യയുടെ ഏതൊരു കളിയും ഇവിടെ നടക്കില്ല എന്നും പറഞ്ഞു. ജൂൺ മാസം ഇന്റർസെപ്റ്റർ ഡ്രോൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തവർ ജൂലൈ മാസത്തിൽ റഷ്യ 1000 ഡ്രോൺസ് ഞങ്ങളിൽ അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും 500 മുതൽ 1000 ഡ്രോണുകൾ ഉക്രൈനിലേക്ക് പറന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, റഷ്യ അത് ചെയ്തും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2000 ഡ്രോണുകളാണ് റഷ്യയുടെ ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. 2000 ഡ്രോൺസ് ഉക്രൈനിൽ പറന്നു പോകുന്നു എന്ന് ചിന്തിക്കുക. ഉക്രൈനെ കൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം വരാം. ചോദ്യം വേണ്ട. 2000 ഡ്രോൺസ് ഒരേ സമയത്ത് ആകാശത്തിൽ പറന്നു വന്നാൽ അത് ഉക്രൈൻ എന്നല്ല, ഏതൊരു രാജ്യത്തെ കൊണ്ടും അത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനേ സാധിക്കില്ല. ശരി, ഇതിനിടയിൽ അമേരിക്കയുടെ ഒരു വലിയ സഹായം, അത് പാട്രിയോട്ട് മിസൈൽസ് ആണ്, ഉക്രൈനിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഉക്രൈൻ കൂടുതൽ ശക്തമാവുകയാണോ എന്നൊരു ചോദ്യം നമുക്കുള്ളിൽ വരാം. ശരിക്കും ഉക്രൈൻ ശക്തമാവുകയല്ല, വീണ്ടും വീണ്ടും അവർ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ജൂലൈ 10 സെലൻസ്കി ഒരു പ്രസ് മീറ്റ് നൽകുന്നു. അതിലായിരുന്നു 700 മുതൽ 1000 ഡ്രോണുകൾ ഉക്രൈനെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടയാൻ ഞങ്ങൾക്ക് ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പവർഫുള്ളായ എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഡ്രോൺ ഒരു $30,000-40,000 ഒക്കെ ആയിരിക്കും. എന്നാൽ അതിനെ തടയാൻ മിസൈൽസ് ഒരിക്കലും അയക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ ഒരു മിസൈൽ അയച്ചാൽ കോടിക്കണക്കിന് നഷ്ടമായിരിക്കും ദിവസേന ഉക്രൈൻ നേരിടേണ്ടി വരിക. നന്നായി ഒന്ന് ചിന്തിച്ചു നോക്കുക. അമേരിക്കയുടെ സഹായം ഈ പാട്രിയോട്ട് മിസൈൽസും F-16 ഒഫൻസീവ് വെപ്പണുമാണ്. അപ്പോൾ ഇവിടെ ഡ്രോൺസിനെ നശിപ്പിക്കാനുള്ള ഇന്റർസെപ്റ്റർ ഡ്രോൺസിനെ കുറിച്ചോ കൂടുതൽ ആന്റി ഡ്രോൺ സിസ്റ്റത്തെക്കുറിച്ചോ ആരും കൂടുതലായി സംസാരിച്ചിട്ടേ ഇല്ല. കാരണം അത്തരമൊരു സിസ്റ്റം ഉണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ റഷ്യയുടെ മുഴുവൻ ആക്രമണത്തെയും ഉക്രൈനെ കൊണ്ട് തടയാൻ കഴിയുമായിരുന്നു. എന്നാൽ കഴിയുന്നത്ര ഈ ഒരു സിസ്റ്റം ഉക്രൈന്റെ പക്കലുമില്ല, ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പക്കലുമില്ല. ഇവിടെ ഒഫൻസീവ് വെപ്പൺ അല്ലെങ്കിൽ റഷ്യയെ ആക്രമിക്കാൻ കഴിവുള്ള ആയുധം എന്നത് അമേരിക്ക നൽകാൻ പോവുകയാണ്. $10 ബില്യൺ അമേരിക്കൻ സഹായം ഉക്രൈനിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ യഥാർത്ഥ വാർത്ത എന്താണ് എന്നറിയണ്ടേ? ജർമ്മനിയായിരുന്നു ഇതിന് പുറകിലുണ്ടായിരുന്നത്. മെൽസാണ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്ന് അവർ തന്നെ അതിന്റെ ക്രെഡിറ്റ് എടുത്തു. മെൽസ് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നറിയോ? അമേരിക്കയുമായി എത്രത്തോളം ചർച്ചകളിൽ ഏർപ്പെട്ടു എന്നറിയോ? ഇങ്ങനെ ഒരുപാട് അറിയോ എന്നുള്ള ചോദ്യം ജർമ്മനി ചോദിക്കാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾക്കൊന്നറിയാമോ? ഉക്രൈനെ കൊണ്ട് റഷ്യയെ അടിക്കാനേ സാധിക്കില്ല. അതെന്താ അടിക്കാൻ കഴിയാത്തത്? പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം അവരുടെ പക്കൽ ഉണ്ടല്ലോ. ഈ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് റഷ്യയുടെ ഒരു വിമാനത്തെ ഉക്രൈനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കില്ല. അതെങ്ങനെയാണ് സാധിക്കാത്തത്? റഷ്യ അവരുടെ വിമാനത്തിൽ നിന്നും ഒരു മിസൈലിനെയെങ്കിലും കുറഞ്ഞത് അവരുടെ എയർ സ്പേസ്, ഉക്രൈന്റെ എയർ സ്പേസിൽ വന്ന് നിന്ന് ഉക്രൈനെതിരെ അത് അയച്ചാൽ മാത്രമേ റഷ്യക്കെതിരെ ഉക്രൈനെ കൊണ്ട് ഈ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് എഗ്രിമെന്റ്. ഈ ഒരു എഗ്രിമെന്റ് ഉക്രൈൻ നന്നായി തന്നെ അറിയാം. അപ്പോൾ ഉക്രൈൻ ഒഫൻസീവ് അവരുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ ഈ മുഴുവൻ ഒഫൻസീവ് വെപ്പൺസിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി ഉക്രൈനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം റഷ്യ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ തിരികെ ആക്രമിക്കാൻ പോകുന്നു എന്ന് ഒരു ഉത്തരവ് വരുന്നത് വരെയും കാത്തിരുന്ന് ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ലഭിച്ചത് വെറും വേസ്റ്റ് ആണോ? റഷ്യ അവരുടെ രാജ്യത്തിലുള്ള എയർ സ്പേസിൽ നിന്നും ഒരു വിമാനത്തിലൂടെ ഉക്രൈനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അവിടെ ഈ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. സ്വന്തം രാജ്യത്തിനുള്ളിലേക്ക് വന്നാൽ അവ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതല്ലാതെ ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്ന് റഷ്യയ്ക്കുള്ളിലേക്ക് കടന്ന് ഈ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉക്രൈനിൽ ലഭിച്ചിരിക്കുന്ന ഈ പൂർണ്ണ വെപ്പൺ പാക്ക് ഈ ഒരു കണ്ടീഷനോട് കൂടിയാണ് പോയിരിക്കുന്നത്. നമ്മളിങ്ങനെ വെപ്പൺ പാക്കേജിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സാങ്ഷൻ പാക്കേജിനെ കുറിച്ചും തീർച്ചയായും സംസാരിക്കണമല്ലോ. ഇന്ന് റഷ്യക്കെതിരെ 18ാമത്തെ സാമ്പത്തിക ഉപരോധ പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ 18ാമത്തെ സാമ്പത്തിക ഉപരോധ പാക്കേജ് എന്ന് പറയുമ്പോൾ റഷ്യയുടെ റിഫൈനറി, റഷ്യയുടെ വെപ്പൺ സിസ്റ്റം, റഷ്യയുടെ ഡ്രോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, അതിന് ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ കമ്പനികൾ സഹായിക്കുന്നുണ്ട്, അവർക്ക് ആരെല്ലാം ലോജിസ്റ്റിക്സ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ലോജിസ്റ്റിക്സിന് ആരെല്ലാം ഇൻഷുറൻസ് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ നെറ്റ്വർക്കിനെയും തിരഞ്ഞെടുത്ത് ആ നെറ്റ്വർക്കിൽ ആരെല്ലാമാണോ യൂറോപ്പിലുള്ളത്, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുള്ളത്, യൂറോപ്യൻ യൂണിയൻ സൗഹൃദ രാജ്യങ്ങളിലുള്ളത്, ഇങ്ങനെ എല്ലാവർക്കും എതിരെയുള്ളൊരു സാമ്പത്തിക ഉപരോധം യൂറോപ്യൻ യൂണിയൻ നൽകിയിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സാങ്ഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്നാൽ ഇവയെല്ലാം റഷ്യയെ സംബന്ധിച്ചും വെറും പൊടി മാത്രമാണ്. കാരണം റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെ കൊണ്ടോ അതേസമയം അമേരിക്ക പോലുള്ള
ശക്തമായ രാജ്യങ്ങളെ കൊണ്ടുപോലും കണ്ടുപിടിക്കാനോ തടയാനോ സാധിച്ചിട്ടില്ല. ആരാണ് റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നത്, എവിടെയാണ് ഇറക്കുമതി ചെയ്യുന്നത്, ഏതൊക്കെ രാജ്യങ്ങളുടെ കപ്പലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാമെങ്കിൽ പോലും അത് തടയാനുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കാറില്ല. കാരണം അതാണ് ലോക രാഷ്ട്രീയം. അവരെ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിന് ക്രൂഡ് ഓയിലിനെ മുഴുവനായും ഞങ്ങൾ ബ്ലോക്ക് ഔട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരു വ്യാപാരം, സമ്പദ് വ്യവസ്ഥ എല്ലാം തന്നെ വീഴ്ചയിലേക്ക് പോകും. യൂറോപ്യൻ യൂണിയന്റെ ഗ്യാസ് ഇമ്പോർട്ട് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത് റഷ്യയാണ്. യൂറോപ്യൻ യൂണിയനിൽ റഷ്യയുടെ എണ്ണ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് ചോദിച്ചാൽ അവർ ഉപയോഗിക്കുന്ന 10 ലിറ്റർ അസംസ്കൃത എണ്ണയിൽ 3 ലിറ്റർ റഷ്യയുടേതായിരിക്കും. ബാക്കിയുള്ള ഈ 4-5 ലിറ്റർ റഷ്യൻ അനുകൂലമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. വെറും 2 ലിറ്റർ മാത്രമാണ് റഷ്യയുമായി ഏതൊരു ബന്ധവുമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നത്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനും പാശ്ചാത്യ രാജ്യം ഇന്ത്യയെ നോക്കി മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ അത്രത്തോളം ധൈര്യമായി റഷ്യയിൽ നിന്നും എണ്ണ ഞങ്ങൾ വാങ്ങും, അങ്ങനെ വാങ്ങിയേ മതിയാവുകയുള്ളൂ എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? കാരണം ഇന്ത്യക്ക് അറിയാം എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യയുടെ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെല്ലാം അവർക്ക് നെറ്റ്വർക്ക് ചെയ്ത് റൂട്ട് ചെയ്ത് ഒരുപാട് വെസ്റ്റേൺ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ആവശ്യമായ സ്പെയർ പാർട്സ്, റഷ്യയ്ക്ക് ആവശ്യമായ ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഇവയെല്ലാം നൽകി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവസാനം എന്താണ് ആവശ്യം? പണം മാത്രമാണ് ആവശ്യം. ഇവിടെ അമേരിക്ക $10 ബില്യൺ സഹായം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ പണം ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ നൽകണം എന്നും അമേരിക്ക പറയുന്നു. അപ്പോൾ അവിടെ വരുന്നതും പണം തന്നെയാണ്. ഉക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവസാനം എന്തായിരിക്കും പ്രതീക്ഷിക്കുക? ഉക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ, ഉക്രൈൻ ആവശ്യമായ സഹായം ചെയ്യുന്നതിലൂടെ, ഉക്രൈന്റെ അഗ്രികൾച്ചറിലൂടെ ഇവർക്ക് ലഭിക്കുന്ന ആ ഒരു ഷെയർ. അപ്പോൾ ഈ പണത്തിന് വേണ്ടി റഷ്യയ്ക്കും സഹായം ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ടെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ആരാണെന്നുള്ളത് കണ്ടെത്താനായി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അമേരിക്കയുടെ ട്രംപിന്റെ എൻവോയ് കെല്ലോഗ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കെല്ലോഗ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്ര തന്നെ തലകീഴായി നിന്ന് വെള്ളം കുടിച്ചാൽ പോലും റഷ്യയ്ക്ക് സഹായിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ സഹായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് അദ്ദേഹം തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഇദ്ദേഹം ഇതിങ്ങനെ പറയുമ്പോൾ ഉത്തര കൊറിയ മികച്ച രീതിയിൽ റഷ്യയ്ക്കുള്ളിലേക്ക് കാലുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഒരു ആപ്പിൾസ് എല്ലാം തന്നെ റഷ്യയുടെ സ്റ്റാളിൽ ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരുപാട് ഉത്തര കൊറിയൻ സൈനികർ അകത്തേക്ക് വന്നല്ലോ. ഉത്തര കൊറിയ സൈനികർ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വർക്ക്സ്, ഡിഫൻസ്, അതുപോലെ ഫ്രണ്ട് ലൈൻ, റഷ്യയുടെ മുൻനിരയിൽ സുഹൃത്തുക്കളായി തന്നെ ഉത്തര കൊറിയൻ സൈനികർ നിൽക്കുന്നു, ട്രൂപ്സ് നിൽക്കുന്നു, മെർസനറീസായി മാറിയിട്ടുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ എന്ന രീതിയിൽ രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ട്. മിസൈൽ ഡെവലപ്മെന്റ് ചെയ്യുന്നു, ഡ്രോൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഉത്തര കൊറിയയുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇപ്പോൾ റഷ്യയിൽ വിൽക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അടുത്തത് ഓപ്പറേഷൻ വെബ് ആണ്. ഇതെന്താണ് ഈ ഓപ്പറേഷൻ വെബ്? ഇത് അസർബൈജാൻ ചെയ്തതായാണ് പറയുന്നത്. അസർബൈജാൻ ശരിക്കും റഷ്യയ്ക്ക് സുഹൃത്ത് തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം അർമേനിയ അസർബൈജാൻ എന്ന പ്രശ്നം വരുമ്പോൾ റഷ്യ അർമേനിയയുടെ ഭാഗത്തായിരുന്നു നിന്നത്. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ഈ അർമേനിയ അസർബൈജാൻ പ്രശ്നത്തിൽ അർമേനിയ പറഞ്ഞത് റഷ്യയിൽ നിന്നും ഏത് തരത്തിലുള്ള സഹായം വേണ്ട എന്ന് സ്വയം തീരുമാനമെടുക്കാൻ തുടങ്ങി. അർമേനിയ പെട്ടെന്ന് റഷ്യക്കെതിരെയുള്ള ചില സ്വരങ്ങൾ ഉയർത്താനും തുടങ്ങി. ഞാൻ നിങ്ങളുടെ നഗർനോ കറബ് വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു, എന്നാൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നോ എന്ന് റഷ്യ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുത്തി. അവയെല്ലാം ശരിയായാൽ പോലും സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അസർബൈജാൻ തുർക്കി സപ്പോർട്ട് രാജ്യമാണ്. തുർക്കിക്കും അസർബൈജാനും ഇടയിൽ എപ്പോഴും നല്ലൊരു ബന്ധം തന്നെയുണ്ട്. അതുപോലെ അർമേനിയയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അസർബൈജാൻ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, അസർബൈജാന്റെ ചില ജനങ്ങൾ റഷ്യയ്ക്കുള്ളിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. അങ്ങനെ അസർബൈജാനിൽ നിന്നും റഷ്യയിലേക്ക് കുടിയേറി പാർത്ത ഈ ജനങ്ങളെ ഉക്രൈൻ ക്യാൻവാസ് ചെയ്ത് അവരെ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രോൺസ് റഷ്യയ്ക്കുള്ളിലേക്ക് കയറ്റുമതി ചെയ്തു. റഷ്യയിൽ പെട്ടെന്ന് ഓയിൽ റിഫൈനറിയിൽ, റഷ്യയുടെ സെൻട്രൽ പ്രദേശത്തുള്ള ഓയിൽ റിഫൈനറിയിൽ ഒരു ഡ്രോൺ വന്ന് വീഴുന്നു. ആ ഓയിൽ റിഫൈനറിയിൽ തീ കത്തി നശിച്ചു എന്നൊക്കെ പലവട്ടം നമ്മൾ അറിഞ്ഞു. എങ്ങനെയാണ് അത് സാധ്യമാവുക? ഉക്രൈനിൽ നിന്നും ഒരു ഡ്രോൺ റഷ്യയ്ക്കുള്ളിലേക്ക് കയറുന്നത് സാധ്യമല്ലാത്തൊരു കാര്യം. എന്നാൽ റഷ്യയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഡ്രോൺ റഷ്യയുടെ ചില പ്രദേശങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ സഹായം ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് അസർബൈജാൻ ആണ് ചെയ്തത് എന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് ഡെഡിക്കേറ്റഡ് ആയി തന്നെ അസർബൈജാൻ ഒരു ഓപ്പറേഷൻ റൺ ചെയ്തു. അതാണ് ഓപ്പറേഷൻ വെബ്. ഈ അസർബൈജാനിലുള്ള വ്യക്തികൾ, അതായത് അസർബൈജാനിൽ നിന്നും റഷ്യയിലേക്ക് കുടിയേറി പാർത്തി അസർബൈജാൻ ജനങ്ങൾ വഴി തന്നെ ഈ ഡ്രോൺസിനെല്ലാം റഷ്യയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഇത് റഷ്യയുടെ മാധ്യമങ്ങൾ മുഴുവനും സംസാരിച്ചൊരു വാർത്തയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഡ്രോൺസ് ഇമ്പോർട്ട് ചെയ്യാൻ കാരണം. ഈ ഡ്രോൺസ് വെച്ചാണ് ഉക്രൈൻ അവരുടെ ആക്രമണങ്ങൾ നടത്തുന്നത്.
അവയെല്ലാം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴി തന്നെ അവരുടെ ലക്ഷ്യമെല്ലാം തിരഞ്ഞെടുക്കുന്നുണ്ട്. തിരഞ്ഞെടുത്ത് അവയെല്ലാം നശിപ്പിക്കുന്നു എന്നതിന്റെ അടുത്ത ഘട്ട നീക്കങ്ങൾ തീർച്ചയായും നമ്മൾ അറിയേണ്ടതുണ്ട്. അസർബൈജാൻ ഇനി ഇക്കാര്യം നിരസിക്കുക അല്ലെങ്കിൽ അത് സമ്മതിക്കുക, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും റഷ്യ അസർബൈജാൻ ബന്ധത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുക. അടുത്തത് പോക്രോവോസ് എന്ന പ്രദേശമാണ്. ഈ പോക്രോവോസ്ക് എന്ന പ്രദേശമാണ് ഇപ്പോൾ ഒരു ബോയിലിംഗ് പോയിന്റ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം പോക്രോവോസ് പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ പറഞ്ഞത് ഞങ്ങൾ റഷ്യയുടെ മുൻനിര വികസിക്കുന്നത് ഒരല്പം തടഞ്ഞിട്ടുണ്ട് എന്ന്. ഈ പോക്രോവോസ്ക് പ്രദേശത്തെ മാത്രം പൂർണ്ണമായും റഷ്യ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു വിജയമായി തന്നെ റഷ്യ രജിസ്റ്റർ ചെയ്യും. പോക്രോവോസ് പ്രദേശം പിടിച്ചെടുക്കുന്നത് വരെയും ഈ ഒരു യുദ്ധം തുടർന്നുകൊണ്ട് പോകുമെന്നും റഷ്യ പറഞ്ഞു. അതേസമയം ഇന്ന് റഷ്യയുടെ മാധ്യമങ്ങളിൽ ട്രംപിന്റെ ഭാര്യ മെലീന ട്രംപിനെ കുറിച്ചുള്ള പല വാർത്തകൾ പുറത്തു വന്നിരുന്നു. അർദ്ധനഗ്നയായ ഫോട്ടോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരല്പം ഓക്വേർഡ് ആയിട്ടുള്ള ചിത്രങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം റഷ്യൻ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസം റഷ്യ വളരെ സുഹൃത്തായി തന്നെ സംസാരിച്ചു. എന്നാൽ സംസാരിച്ച് അവസാനിപ്പിച്ച 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി. അതുകൊണ്ട് റഷ്യക്കെതിരെ ഒരു 50 ദിവസത്തെ സമയം നൽകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ തീരുമാനത്തിന് ആരാണ് കാരണമെന്ന് ചോദിച്ചാൽ ഈ മെലീന ട്രംപാണ്. മെലീന ട്രംപാണ് യുദ്ധത്തിന്റെ പേഴ്സ്പെക്റ്റീവ് എനിക്ക് പൂർണ്ണമായി മാറ്റി തന്നത്. ഈ യുദ്ധം ആർക്കു വേണ്ടി നടക്കുന്നു, എന്തിനു വേണ്ടി നടക്കുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ഞാൻ ഉക്രൈനെ സഹായം ചെയ്യാൻ പോകുന്നു എന്ന് ട്രംപ് ഒരു അറിയിപ്പ് നൽകി. അപ്പോൾ മെലീന ട്രംപിനും ഉക്രൈനും ഇടയിലുള്ള ഒരു ബന്ധം മനസ്സിലായി. അതുകൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് മുഴുവനായും റഷ്യൻ മാധ്യമങ്ങളാൽ തന്നെ പുറത്തുവരാൻ തുടങ്ങി. ഇനി അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ബന്ധം അല്ലെങ്കിൽ വിള്ളലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തടുത്ത ഭാഗങ്ങളിലൂടെ അറിയാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.